എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസറിൻ്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത കുറച്ച് പോയിൻറ്റ്സാണ് പറയുന്നത്. ഇന്ന് മെയിനായിട്ട് അഞ്ച് പോയിൻറ്റ്സാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ എന്താണെന്ന് നോക്കാം. ഇതൊരു ചോദ്യമാണ്. ഇതിലെ കറക്റ്റ് ഓപ്ഷൻ എന്താണെന്ന് സെലക്ട് ചെയ്യണം. ചൂസ് കറക്റ്റ് ഓപ്ഷൻ. അതിൽ എ എന്ന് പറയുന്നത് SciTB, പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ടെസ്റ്റാണ് SciTB. SciTB ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് TB ഇൻഫെക്ഷൻ. SciTB ഉപയോഗിക്കുന്നത് TB ഇൻഫെക്ഷൻ ഡിറ്റക്റ്റ് ചെയ്യാനാണ്. രണ്ടാമത്തെ ഓപ്ഷൻ SciTB ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് TB ഡിസീസ്. SciTB TB ഡിസീസ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണ്. ഈ രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ ഉള്ളത്. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റിൽ ഏതൊക്കെ ശരിയാണ്, ഏതൊക്കെ തെറ്റാണ്, അല്ലെങ്കിൽ ഏത് മാത്രമാണ് ശരി എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ എക്സാം എഴുതാൻ പോകുമ്പോൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒന്നാമത്തെ കാര്യമാണ് SciTB എന്ന ടെസ്റ്റിനെ കുറിച്ചുള്ളത്. SciTB TBയുടെ ഇൻഫെക്ഷൻ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ്. ഒരിക്കലും SciTB TB ഡിസീസിനെ കണ്ടെത്താൻ സഹായിക്കില്ല. SciTB ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. പഴയ മാൻഡോ ഉണ്ടല്ലോ, ചിലർ തെറ്റായിട്ട് മാൻഡോക്സ് എന്നാണ് അത് ഉച്ചരിക്കുന്നത്, പക്ഷെ ശരിക്കും മാൻഡോ എന്നാണ് ഉച്ചരിക്കുന്നത്. ആ മാൻഡോ അല്ലെങ്കിൽ TST ടെസ്റ്റിൻ്റെ പകരമായിട്ട് വന്ന കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്കിന്നിൽ എടുക്കുന്ന ടെസ്റ്റാണ് SciTB. നമുക്ക് പൾമണറി TB, ശ്വാസകോശത്തിൽ TB ഉള്ളവരുമായിട്ട് അടുത്ത ബന്ധമുള്ള അല്ലെങ്കിൽ അടുത്ത ക്ലോസ് ആയിട്ട് ഇടപെട്ട കോണ്ടാക്റ്റുകൾ എന്നൊക്കെ പറയില്ലേ, ക്ലോസ് കോണ്ടാക്ട്സിനെ നമ്മൾ അവർക്ക് TBയുടെ ഇൻഫെക്ഷൻ ഉള്ളിലുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ടെസ്റ്റാണ് SciTB. അത് ഓർക്കണേ, അതൊരിക്കലും ഒരു TB ഡിസീസ് കണ്ടെത്തുന്ന ടെസ്റ്റ് അല്ല. എന്താണ് TB ഇൻഫെക്ഷനും TB ഡിസീസും തമ്മിലുള്ള വ്യത്യാസം? TB ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനുള്ളിൽ TBയുടെ അണുക്കളുണ്ട്. മൈക്രോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന് പറയുന്ന ബാസിലെ നമ്മുടെ ശരീരത്തിനുള്ളിലുണ്ട്. പക്ഷേ അതൊരു ലക്ഷണവും കാണിക്കുന്നില്ല, അത് ഡോർമൻ സ്റ്റേജിൽ ഉള്ളിലിരിക്കുകയാണ്. TB ഡിസീസ് എന്ന് പറഞ്ഞാൽ ഈ TB ഇൻഫെക്ഷൻ ഉള്ള ഒരാൾ ഭാവിയിൽ അദ്ദേഹത്തിൻ്റെ ഇമ്മ്യൂണിറ്റി കുറയുകയോ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ ഈ ഉള്ളിലുള്ള ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്ത് അതൊരു ലക്ഷണമുള്ള ഒരവസ്ഥയിലേക്ക് മാറുന്നു. അതാണ് TB ഡിസീസ്. അപ്പോൾ SciTBയുടെ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോണം. അടുത്തത് രണ്ടാമത്തെ ചോദ്യവും ചൂസ് ദ റൈറ്റ് ആൻസർ എന്നുള്ള രീതിയിലുള്ളതാണ്. അത് ഇൻ നോർമൽ കേസസ് ഇൻറ്റൻസീവ് ഫേസ് ഓഫ് ഡ്രഗ് സെൻസിറ്റീവ് TB റെജിമെൻ. DSTB എന്ന് പറഞ്ഞാൽ ഡ്രഗ് സെൻസിറ്റീവ് TB ആണ്. അതായത് മരുന്നിനോട് പ്രതികരിക്കുന്ന സാധാരണ രീതിയിലുള്ള TB ആണ് DSTB. അപ്പോൾ ഇൻ നോർമൽ കേസസ് ഇൻറ്റൻസീവ് ഫേസ് ഓഫ് DSTB റെജിമെൻ ഈസ് ഫിക്സഡ് ടു 2 months. എന്താണ് റെജിമെൻ? റെജിമെൻ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ഡ്രഗുകൾ ഉപയോഗിക്കുന്നു. ആ ഒരു കൂട്ടം ഡ്രഗുകളെ പൊതുവെ നമ്മൾ റെജിമെൻ എന്നാണ് പറയുന്നത്. അതൊരു കൂട്ടമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അതിന് നമ്മൾ റെജിമെൻ എന്ന് പറയുന്നത്. അപ്പം സാധാരണ DSTB കേസുകളിൽ ഇൻറ്റൻസീവ് ഫേസ് 2 മാസമായിട്ട് നിജപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ ഇൻ നോർമൽ കേസസ് കണ്ടിന്യൂവേഷൻ ഫേസ് ഓഫ് DSTB റെജിമെൻ ഈസ് ഫിക്സഡ് ടു 4 months. കണ്ടിന്യൂവേഷൻ ഫേസ് സാധാരണഗതിയിൽ 4 മാസത്തേക്ക് നിജപ്പെടുത്തിയിരിക്കുന്നു. ഇതിലേതാണ് ശരി, ഏതാണ് തെറ്റ്? അതോ രണ്ടും ശരിയാണോ? സാധാരണ DSTBയുടെ റെജിമെൻ 2 ഘട്ടമായിട്ടാണ് നടത്തുന്നത്. അതിൽ ആദ്യത്തെ ഘട്ടമാണ് IP അഥവാ ഇൻറ്റൻസീവ് ഫേസ്. ആ ഇൻറ്റൻസീവ് ഫേസ് 2 മാസം തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ എ എന്നുള്ളത് കറക്റ്റാണ്. രണ്ടാമത്തത് ഇൻ നോർമൽ കേസസ് കണ്ടിന്യൂവേഷൻ ഫേസ്. ഈ 2 മാസം അഥവാ നമ്മൾ 2 മാസം എന്ന് പറഞ്ഞാൽ 60 ദിവസമല്ല, 56 ദിവസമാണ് പറയുന്നത്. 56 ദിവസം കഴിഞ്ഞിട്ട് 57ാമത്തെ ദിവസം മുതൽ നമ്മൾ കണ്ടിന്യൂവേഷൻ ഫേസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കണ്ടിന്യൂവേഷൻ ഫേസിൽ ഒരു ഡ്രഗ് കുറവായിരിക്കും. ആ ഒരു ഡ്രഗ് ഉപയോഗിക്കാത്ത ഡ്രഗ് പിരാസിനമൈഡാണ്. പിരാസിനമൈഡ് ഉപയോഗിക്കത്തില്ല കണ്ടിന്യൂവേഷൻ ഫേസിൽ. അപ്പോൾ ബാക്കിയുള്ള 4 മാസം കണ്ടിന്യൂവേഷൻ ഫേസ് ആണ്. അപ്പം രണ്ടാമത്തെ ഓപ്ഷനും കറക്റ്റാണ്. അപ്പോൾ A and B ആർ ട്രൂ എന്നുള്ളതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇവിടെ നമുക്ക് ടേക്ക് ഹോം മെസ്സേജ് എന്ന് പറഞ്ഞാൽ TB ട്രീറ്റ്മെൻറ്റിൽ, അതായത് ഡ്രഗ് സെൻസിറ്റീവ് ആയിട്ടുള്ള TB ട്രീറ്റ്മെൻറ്റിൽ 2 പാർട്ടാണുള്ളത്. IP അഥവാ ഇൻറ്റൻസീവ് ഫേസും CP അഥവാ കണ്ടിന്യൂവേഷൻ ഫേസും. ഇൻറ്റൻസീവ് ഫേസ് 2 മാസവും
അത് കഴിഞ്ഞുള്ള 4 മാസം കണ്ടിന്യൂഷൻ ഫേസുമാണ്. കണ്ടിന്യൂഷൻ ഫേസിൽ ഉപയോഗിക്കാത്ത ഡ്രഗ് പിരാസിനമൈഡ് ആണ്. ഇത്രയേ ഉള്ളൂ ടേക്ക് ഹോം മെസ്സേജ്. അടുത്തത് TB പ്രിവെൻറ്റീവ് തെറാപ്പി. നമ്മളതിനെ സിമ്പിളായിട്ട് TPT എന്ന് പറയും. ഈ TB പ്രിവെൻറ്റീവ് തെറാപ്പി ആർക്കാണ് കൊടുക്കുന്നത്? TB പ്രിവെൻറ്റീവ് തെറാപ്പി കൊടുക്കുന്നത് പൾമണറി TB ആയിട്ടുള്ള ആളുകളുടെ കോണ്ടാക്റ്റുകൾക്കാണ് എന്ന് വേണമെങ്കിൽ പ്രഥമ ദൃഷ്ട്യാ പറയാം. പക്ഷെ അതിനകത്ത് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഈ പൾമണറി TB പേഷ്യൻസിൻ്റെ കോണ്ടാക്റ്റുകളെ നമ്മൾ ആദ്യം ഏജിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് തിരിക്കും. ഒന്ന് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, പിന്നെ 5 വയസ്സിന് മുകളിലുള്ള ആളുകൾ. അങ്ങനെ രണ്ടായിട്ട് ആദ്യം തിരിക്കും. അതിൽ 5 വയസ്സിന് താഴെയുള്ള പൾമണറി TB പേഷ്യൻസിൻ്റെ കോണ്ടാക്റ്റുകളെ ഒന്നും നോക്കണ്ട, നേരെ അങ്ങ് TPTക്ക് എലിജിബിളാക്കി പ്രതിരോധ മരുന്ന് കൊടുക്കും, സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആ കേസിൽ പ്രശ്നമില്ലല്ലോ. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് കണ്ടില്ലേ, എ കോണ്ടാക്ട് ഓഫ് പൾമണറി TB പേഷ്യൻസ് ഹൂസ് ഏജ് ഈസ് ലെസ് ദാൻ 5 ഇയേഴ്സ്, അവർക്ക് TPT കൊടുക്കും. പക്ഷേ അവർക്ക് TPT കൊടുക്കുന്നതിന് മുമ്പ് ആക്റ്റീവ് TB ഉണ്ടോ എന്ന് റൂൾ ഔട്ട് ചെയ്യണം. എങ്ങനെയാണ് ആക്റ്റീവ് TB ഉണ്ടോ എന്ന് റൂൾ ഔട്ട് ചെയ്യുന്നത്? 2 രീതിയിൽ ചെയ്യാം. ഒന്ന്, ഒരു ചെസ്റ്റ് എക്സ്റേ എടുത്ത് നോക്കാം. എക്സ്റേയിൽ TB ആയിട്ട് ബന്ധപ്പെട്ട തോന്നുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ലീഷൻസോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് TB ആണെന്ന് കൺസിഡർ ചെയ്താൽ TBയുടെ മരുന്ന് കൊടുക്കും, അല്ലാതെ പ്രതിരോധ മരുന്ന് കൊടുക്കാറില്ല. അപ്പം TB ഇല്ലയെന്ന് ആദ്യം റൂൾ ഔട്ട് ചെയ്തതിന് ശേഷം 5 വയസ്സിന് താഴെയുള്ള എല്ലാ പൾമണറി TBയുടെ കോണ്ടാക്ട്സിനും നമ്മൾ പ്രതിരോധ മരുന്ന് കൊടുക്കാറുണ്ട്. പിന്നെ രണ്ടാമത് പറഞ്ഞ കേസ് 5 വയസ്സിന് മുകളിൽ പ്രായമുള്ള പൾമണറി TBയുടെ കോണ്ടാക്റ്റുകൾ, അവർക്ക് നമ്മൾ 2 തരം ടെസ്റ്റുകളാണ് ഓഫർ ചെയ്യുന്നത്. അതിന് മേളിൽ ആദ്യത്തെ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ, ഇഗ്ര അഥവാ SITV. ഇഗ്ര കൊടുക്കുന്നത് ആർക്കാണ്? ഇഗ്ര പണ്ട് എല്ലാവർക്കും കൊടുത്തിരുന്നു. 5 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഇഗ്ര ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇഗ്ര 18 വയസ്സിന് താഴെയുള്ളവർക്ക് മാത്രമാണ്. അതായത് 5 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് ഇപ്പോൾ ഇഗ്ര ടെസ്റ്റ് ചെയ്യുന്നത്. ഇഗ്ര ഒരു ബ്ലഡ് ടെസ്റ്റാണ്. ആ ബ്ലഡ് ടെസ്റ്റിലൂടെ TBയുടെ ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് കണ്ടെത്താൻ പറ്റും. ഒരാൾ വന്നിട്ട് അയാൾക്ക് ഒരു 10 വയസ്സാണ്. 10 വയസ്സുള്ള ഒരു കുട്ടി വന്നിട്ട് ഇഗ്ര ചെയ്തു. അയാൾ പൾമണറി TBയുടെ കോണ്ടാക്റ്റ് ആണ്. ഇഗ്ര ചെയ്തു. ഇഗ്ര പോസിറ്റീവ് ആയാൽ അയാളുടെ ഉള്ളിൽ TBയുടെ ബാസിലെ ഉണ്ട്. അത് ഭാവിയിൽ TB ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് TPT എടുക്കണം. ഇനി ഈ കുട്ടി വേറൊരു കുട്ടി 10 വയസ്സുള്ള കുട്ടി വന്നു. അയാൾ പൾമണറി TBയുടെ കോണ്ടാക്റ്റ് ആണ്. ഇഗ്ര ടെസ്റ്റ് ചെയ്തു. ഇഗ്ര ടെസ്റ്റ് നെഗറ്റീവാണ്. അതായത് ആ കുട്ടിയുടെ ശരീരത്തിൽ ബാക്ടീരിയ ഇല്ല. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്ക് TPT കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെയാണ് SITVയുടെ കേസും. പക്ഷേ SITV ചെയ്യുന്നത് തൽക്കാലം 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് മാത്രമാണ്. ഈ SITV ഒരു തൊലിപ്പുറത്തെടുക്കുന്ന ഒരു ടെസ്റ്റാണ് കേട്ടോ. പക്ഷേ ഇഗ്ര ഒരു ബ്ലഡ് ടെസ്റ്റാണ്. ഈ 2 കാര്യം കൂടി ഓർക്കണം. അപ്പോൾ ഈ 5 വയസ്സിന് മുകളിലുള്ളവർക്ക് ഒന്നുകിൽ ഇഗ്ര അല്ലെങ്കിൽ SITV എടുക്കുക. അത് പോസിറ്റീവ് ആണെങ്കിൽ നേരിട്ട് TPT സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അവിടെ നമുക്ക് ആക്റ്റീവ് TB ഉണ്ടോ എന്ന് റൂൾ ഔട്ട് ചെയ്യണം. അതിലൊരു മാർഗ്ഗം നേരത്തെ പറഞ്ഞതുപോലെ ചെസ്റ്റ് എക്സ്റേ എടുത്ത് നോക്കുക എന്നുള്ളതാണ്. അതിൽ പ്രശ്നമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കഫ പരിശോധന നടത്താം. കഫ പരിശോധന 2 തരമുണ്ട്. മൈക്രോസ്കോപ്പി ഉണ്ട്, CB നാറ്റും ഉണ്ട്. ഇതിൽ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് TB പ്രിവെൻറ്റീവ് തെറാപ്പി കൊടുക്കാവുന്നതാണ്. ഇനി അടുത്തത് ആർക്കൊക്കെ നിക്ഷയ് മിത്ര ആകാൻ സാധിക്കും എന്നുള്ളതാണ്. നിക്ഷയ് മിത്ര ആരാണെന്നറിയാലോ? നമ്മൾ TB പേഷ്യൻസിന് പോഷകാഹാരത്തിൻ്റെ കുറവുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ചില വോളണ്ടിയർലി നമുക്ക് ചില ആളുകൾ ഫുഡ് കിറ്റുകൾ കൊടുക്കാറുണ്ട്. അങ്ങനെ ഫുഡ് കിറ്റുകൾ കൊടുക്കാൻ വില്ലിംഗ് ആയിട്ട് വരുന്ന ആളുകളെയാണ് നമ്മൾ നിക്ഷയ് മിത്ര എന്ന് പറയുന്നത്. ആർക്കൊക്കെ നിക്ഷയ് മിത്ര ആകാം? പേഴ്സൺസ്, നമുക്ക് പൊതുജനങ്ങൾക്ക് നിക്ഷയ് മിത്ര ആകാൻ സാധിക്കുമോ? 2, ഗവൺമെൻറ് ഓർഗനൈസേഷൻസ്, ഗവൺമെൻറ് സംഘടനകൾക്ക് പറ്റുമോ? നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസിന് പറ്റുമോ? അതോ എല്ലാവർക്കും പറ്റുമോ? അതിൻ്റെ ആൻസർ സിമ്പിളാണ്. വില്ലിംഗ് ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും
നിക്ഷയമിത്രയാകാൻ സാധിക്കും. അപ്പോൾ അതിനകത്ത് കൺഫ്യൂഷനൊന്നും വേണ്ട. ഒരു പെരിഫറൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഏറ്റവും കുറഞ്ഞത് ഈ താഴെ പറയുന്നവയിൽ ഏത് കാറ്റഗറിയിൽപ്പെടുന്ന ആളാണ് വേണ്ടത്? നേഴ്സ് വേണോ, ഫാർമസി വേണോ, ഡോക്ടർ വേണോ, ലാബോറട്ടറി വേണോ? ഇതിൻ്റെ ഡെഫിനിഷനാണ്. പെരിഫറൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഡെഫിനിഷൻ നമുക്കറിയാവോ എന്ന് ചോദിക്കാനായിട്ട് ചിലപ്പോൾ അവരിങ്ങനത്തെ ചോദ്യം ചോദിച്ചേക്കാം എക്സാമിന്. ഒരു പെരിഫറൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു ഡോക്ടർ ഉണ്ടായിരിക്കണം. അപ്പോൾ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനായാലും ഏതൊരു ആരോഗ്യപരമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനായാലും അവിടെ ഒരു ഡോക്ടർ ഉണ്ടോ എന്നുണ്ടെങ്കിൽ അത് നമ്മൾ പെരിഫറൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ PHI എന്ന് അറിയപ്പെടുന്നു. ഇത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളൊന്ന് മറന്നു പോകാതെ ഓർത്ത് വയ്ക്കുക. ഇനിയും കുറച്ച് കാര്യങ്ങളായിട്ട് നമ്മൾ വീണ്ടും വരും. ഓക്കെ.